ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക് ലെക്ചേഴ്സ്. അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ്. അപ്പൊ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സബ്ജക്റ്റിലോട്ട് പോകുന്ന ഒരു സ്റ്റുഡന്റ് അതിന് മുന്നേ പറഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് ഇൻട്രൊഡക്ഷൻ എന്തൊക്കെ അതിൽ പഠിക്കണം, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ടോപ്പിക്സും കാര്യങ്ങളും, പിന്നെ കണ്ടന്റ്സ് എന്തൊക്കെ ഉണ്ട്, എത്ര മാർക്സ് ആണ് വരുന്നത്, അവൻ എന്തൊക്കെ എഴുതി കഴിഞ്ഞാൽ പാസ്സാവും എന്നുള്ള സ്കോറും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ സബ്ജക്ട് കോഡ് വരുന്നത് UCHWT127 ആണ്. ഓക്കെ, അപ്പൊ കോഴ്സ് കോഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ, UCHTWT127. പിന്നെ ഇതിന്റെ കണ്ടിന്യൂസ് ഇന്റേണൽ മാർക്ക് വരുന്നത് 50 മാർക്കാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് എൻ സെമസ്റ്റർ എക്സാം മാർക്സ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഈ ഇതിന്റെ എക്സാം ഒന്നും ലാസ്റ്റ് ഫൈനലിൽ കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് മാർക്ക് അതുകൊണ്ടാണ് ഇടാത്തത്, 0 ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ തിയറിയും പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇതിനകത്ത് വരുന്നത്. നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ ചെയ്യിപ്പിക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓക്കെ, ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത് 1 ക്രെഡിറ്റ് ആണ് വരുന്നത്. എക്സാം ഹവേഴ്സ് ഇല്ല, കണ്ടോ, എക്സാം ഇല്ല. ആകെ കോഴ്സ് ടൈപ്പ് വരുന്നത് തിയറിയും പ്രാക്ടിക്കൽസും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്ക് ഇതാ ഇവിടെ അറ്റൻഡൻസ് 10 മാർക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ പ്രോജക്റ്റിന്റെ പ്രസന്റേഷൻ ഉണ്ട് 20. അതാണ് ഞാൻ പറഞ്ഞത്, ആ ആക്ടിവിറ്റീസ് നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ക്ലാസ്സിൽ തന്നെ അത് കണ്ടക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് പങ്കെടുക്കുക. ഓക്കെ, പിന്നെ ആക്ടിവിറ്റി വാല്യൂഷൻ പോയിന്റ് 20, ടോട്ടൽ അങ്ങനെ 50 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 1 എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കി നോക്കിയാലോ. മൊഡ്യൂൾ 1 വരുന്നത് ഹ്യൂമൻ ബോഡി സിസ്റ്റത്തിനെ പറ്റിയാണ്. ഹ്യൂമൻ ബോഡി സിസ്റ്റത്തിനകത്തുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതിന്റെ ഫങ്ഷൻസ്, റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോ വസ്കുലർ സിസ്റ്റം. നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പഠിച്ച കാര്യങ്ങളുണ്ട്. അതായത് ഹാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഹാർട്ടിനകത്ത് എന്തൊക്കെ ടൈപ്പ് ചാമ്പേഴ്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെ വെയിൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ബ്രീത്തിങ് ടെക്നിക്സും പ്രോസസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. പിന്നെ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം, പിന്നെ അതിന്റെ മേജർ മസിൽ ഗ്രൂപ്പ്സ് ഓഫ് എ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പല ടൈപ്പ് ഓഫ് മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ. ആ മസിൽ ഗ്രൂപ്പ്സിനെ പറ്റി നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിഫൈങ് ഫിസിക്കൽ ആക്ടിവിറ്റി, എനർജി എക്സ്പെൻഡിച്ചർ ആൻഡ് മെറ്റാബോളിക് ഇക്വലന്റ് ഓഫ് ടാസ്ക്. നമ്മളിപ്പോ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിക് ലെവൽ അത് റൈസ് ആവുകയും ലോ ആവുകയും ചെയ്യും. ഇപ്പൊ ചിലർക്ക് മെറ്റാബോളിസം കൂടുതലുള്ളതുകൊണ്ട് അവർ എത്ര കഴിച്ചാലും നമ്മുടെ ബോഡിയിലൊക്കെ പിടിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ എക്സസൈസ് കണ്ടിന്യൂം, ലൈറ്റ് ഇന്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി, മോഡറേറ്റ് ഇന്റൻസിറ്റി, വിഗറസ് ഇന്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പൊ പല ടൈപ്സ് ഓഫ് ഇന്റൻസിറ്റി ഉണ്ട് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും. കുറഞ്ഞ ഇന്റൻസിറ്റി ഉണ്ട്, അതേപോലെ കൂടിയ ഇന്റൻസിറ്റി ഉണ്ട്, അതായത് മിഡ് ഇന്റൻസിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ബിഗിനർ സ്റ്റേജ് ഉള്ള ഒരാൾക്ക് എപ്പോഴും കുറഞ്ഞ ലെവൽ ഇന്റൻസിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ചെയ്ത് വരുന്നതനുസരിച്ച് നമുക്ക് ഇന്റൻസിറ്റി കൂട്ടാം. അപ്പൊ അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് എക്സസൈസസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഡിഫൈനിങ് ഫിസിക്കൽ ആക്ടിവിറ്റി, എയറോബിക് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അനൈറോബിക് ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇപ്പൊ പല ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ല, അതായത് നമുക്കിപ്പോ ജിമ്മിൽ പോയി ചെയ്യാം, ഹോം വർക്കൗട്ട് ആയിട്ട് ചെയ്യാം. അപ്പൊ ഓരോ ടൈപ്പ് അതിന് നമ്മൾ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫിറ്റ് പ്രിൻസിപ്പൽ ടു ഡിസൈൻ എക്സസൈസ് പ്രോഗ്രാം, പിന്നെ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ്, കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ്, മസ്കുലർ സ്ട്രെങ്ത്, മസ്കുലർ എൻഡുറൻസ്, ഫ്ലെക്സിബിലിറ്റി, ബോഡി കമ്പോസിഷൻ. അപ്പോൾ ഒരു ബോഡി നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മസ്കുലർ എൻഡുറൻസ് നോക്കണം, അതേപോലെ സ്ട്രെച്ചിങ് നോക്കണം, ബോഡി കോമ്പോസിഷൻ നോക്കണം. എന്നാലേ ബോഡി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മുടെ ബോഡി സ്റ്റിഫ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനൊക്കെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ പഠിച്ച് ഇതിലൂടെ പോകുന്നതായിരിക്കും. മൊഡ്യൂൾ 2 വരുമ്പോഴത്തേക്കും എന്താണ് ഹെൽത്ത് ആൻഡ് വെൽനസ്, കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനസ്, ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ ഡിഫറൻഷ്യൻ എന്താ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹെൽത്ത് ആൻഡ് വെൽനസ്, മെന്റൽ ഹെൽത്ത് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മെന്റൽ ഹെൽത്ത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ഉത്തരങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആ കോൺസെപ്റ്റ് അറിഞ്ഞാലേ നമുക്ക് അതിന്റെ ആ ഒരു ഇൻട്രസ്റ്റും അതിനകത്ത് എന്തൊക്കെ ഹാപ്പി സംഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോഡി തന്നെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവും. അപ്പൊ അതൊരു വൺ ഓഫ് നമ്മുടെ ബോഡിയെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അതേപോലെ നമ്മുടെ മെന്റൽ ഹെൽത്തിന് അത് നല്ലതാണ്. അപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ടൈം പല ടൈപ്പ് ഇതേപോലത്തെ ഓരോ ഹോർമോൺസും ഇങ്ങനെ വരാറുണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്കിത് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിരിക്കും. പിന്നെ സ്പോർട്സ് ആൻഡ് സോഷ്യലൈസേഷൻ, സ്പോർട്സ് ആൻഡ് ക്യാരക്ടർ ബിൽഡിംഗ്, ലീഡർഷിപ്പ് ത്രൂ ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് സ്പോർട്സ്. അതേപോലെ ഈ അത്ലറ്റ്സിന്റെ ബോഡി, അവരുടെ മസ്കുലർ സ്ട്രെങ്ത്, അവരുടെ വർക്കൗട്ട് രീതികൾ അതൊക്കെ വേറെയാണ്, അവർക്ക് കംപ്ലീറ്റ്ലി വേറെ ട്രെയിനിങ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, എക്സ്പ്ലോറിംഗ് മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, കൺസെപ്റ്റ് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ദ ഗ്ലൈക്കമിക് ഇൻഡെക്സ്. അതായത് ഒരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ഡയറ്റ്, എങ്ങനെയാണ് കംപ്ലീറ്റ് ബാലൻസ്ഡ് ഡയറ്റ്, ആ ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം, അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ടൈപ്പ് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, എന്തൊക്കെ മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ ആനിമൽ ആൻഡ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്, ഡയറ്ററി ഈറ്റ്സ് ആൻഡ് ദെയർ എഫക്ട് ഓഫ് ഹ്യൂമൻ ഹെൽത്ത്, എസെൻഷ്യൽ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്.
അതേപോലെ ഈ പ്രോട്ടീൻസ് തന്നെ ആനിമൽ ബേസ്ഡ് പ്രോട്ടീൻസ് ഉണ്ട്, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ പലർക്കും അറിഞ്ഞൂടാത്ത തന്നെ 2 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീനും ഉണ്ട്, അതേപോലെ സെക്കൻഡ് ക്ലാസ് പ്രോട്ടീനും ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീനിൽ വരുന്നതാണ് ചിക്കൻ, എഗ്, അതേപോലെ മിൽക്ക്, അങ്ങനെയൊക്കെ ഉള്ളത്. സെക്കൻഡ് ക്ലാസ്സിൽ വരുന്നതാണ് നമ്മുടെ പയറ്, അതേപോലെ നമ്മുടെ ചന്നക്കടല, സോയാബീൻസ്, അതൊക്കെ വരുന്ന സെക്കൻഡ് ക്ലാസ് പ്രോട്ടീൻ. അപ്പൊ അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇതിനെ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. മൊഡ്യൂൾ 3 വരുമ്പോഴത്തേക്കും എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ടു പ്രിവെന്റ് മാനേജ് കോമൺ ഹൈപ്പോകിനറ്റിക് ഡിസീസ് ആൻഡ് ഡിസോർഡേഴ്സ്. ഇപ്പൊ പലർക്കും പെട്ടെന്ന് തന്നെ ഹാർട്ട് അറ്റാക്ക് അതേപോലത്തെ വരുന്നുണ്ട്. എന്താ അതിന് കാരണം എന്നറിയില്ല. മിക്കവർക്കും അതിന്റെ കാരണം നോക്കുമ്പോഴത്തേക്കും ഒരു എക്സസൈസ് കാണത്തില്ല, വെറുതെ ഫുഡ് കഴിച്ചു, നേരത്തെ ദഹിക്കുന്നതിന് മുമ്പ് കിടക്കുന്നു, അപ്പം ഉറക്കമില്ലായ്മ, അങ്ങനെ പല 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 ഡിസോർഡേഴ്സ് ഉണ്ട്. ആ ഡിസോർഡേഴ്സിനൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് അറിയും. ഒബിസിറ്റി, കാർഡിയോവാസ്കുലർ ഡിസീസ്, കൊറോണറി ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഈസ്ട്രോപോറിസ്. അപ്പൊ അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ഡിസീസസ് ഉണ്ട്. ഈ ഡിസീസിന്റെ ഒക്കെ കാരണം വർക്കൗട്ടും ഫിറ്റ്നസിന്റെ ആ ഒരു സംഭവങ്ങളും അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു സംഭവങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഇതിലോട്ട് ഫിറ്റ്നസിലോട്ട് വരാനായിട്ട് തോന്നട്ടെ. എല്ലാവരും പഠിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അടുത്ത് വരുന്നത് മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ്. അതായത് ഈ മസ്കുലോസ്കെലറ്റൽ ഡിസോർഡർ മെയിൻ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാം, ഈ നമ്മുടെ ജോയിന്റ്സിലൊക്കെ പല ടൈപ്പ് ഓഫ് പെയിൻസ് വരും അല്ലേ. അതേപോലെ നമുക്ക് നടുവിനൊക്കെ വരും, ലോവർ ബാക്ക് പെയിൻ ഒക്കെ വരും, അതുപോലെ നമ്മുടെ ബാക്കിൽ വരും, എവിടെ വേണം പെയിൻ വരാം. ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് വരും. അപ്പൊ അങ്ങനെയുള്ള പെയിൻസിന്റെ കാര്യങ്ങളെ പറ്റി കൂടുതൽ നമ്മൾ പഠിക്കാം. ഈ കാലിന്റെ പാദത്തിന്റെ അടിയിൽ അല്ലെ, അങ്ങനെയൊക്കെ വരാറുണ്ട് ലോ ബാക്ക് പെയിൻ. അതേപോലെ ലോർഡോസിസ്, ഫ്ലാറ്റ് ഫൂട്ട്, നോക്നി, അതായത് നമ്മുടെ ഈ മുട്ടിന്റെ ചിരട്ടയിൽ ഇങ്ങനെ ശബ്ദം കേൾക്കില്ലേ, ക്ലിക്കുന്നുണ്ട്, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കുക, എന്തിന്റെ കുറവ് കാരണമാണ്. ഈ മിക്കതും വൈറ്റമിനും മിനറൽസും കറക്റ്റ് കിട്ടാത്തതും ഉറക്കം ഇല്ലായ്മയും കാരണം റിക്കവർ ആവാത്തത് കൊണ്ടൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ അടുത്തത് മീനിങ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് യോഗ. യോഗയെ പറ്റി, യോഗയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, യോഗയിൽ ഉണ്ടാവുന്ന ആ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പല ടൈപ്പ് ഓഫ് ആസന, സിറ്റിങ്, സ്റ്റാൻഡിങ്, ലൈങ്, പ്രാണയാമ ആൻഡ് ഇറ്റ്സ് ടൈപ്പ്, ആക്ടിവിറ്റി ലൈഫ് സ്റ്റൈൽസ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് ത്രൂ യോഗ. അതായത് ഈ യോഗ ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ലൊരു ഫ്രഷ്നെസ് ആണ്. രാവിലെ എനിക്ക് സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മളൊരു പുതിയ ഡേ തുടങ്ങുന്ന മുമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എനർജി, പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അണ്ടർസ്റ്റാൻഡിങ് ഓൺ സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് അഡിക്ഷൻ, സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആൻഡ് ഇൽ എഫക്ട് ഓഫ് ആൽക്കഹോൾ, ഓപ്പിയോയിഡ്സ്, കാനബിസ്, സെഡേറ്റീവ്സ്. അതായത് ഇപ്പൊ മിക്കയിടത്തും പഴയ പോലെ അല്ല, ആൾക്കാർക്ക് ഫിറ്റ്നസിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഡ്രഗ്സിനോടാണ്. എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫിറ്റ്നസ് ആൻഡ് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞ ഓരോ ക്യാമ്പയിൻ ഒക്കെ വരുന്നുണ്ടെങ്കിലും ആൾക്കാർ ഡ്രഗ്സിന്റെ പുറകെയാണ് കൂടുതൽ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സിന്റെ എഫക്ട്സും അതിന് നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ എഫക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അതൊക്കെ നമ്മൾ ഇതിൽ ഇടും. അതേപോലെ കൊക്കെയിൻ, അതർ സ്റ്റിമുലേറ്റ്സ് ഇൻക്ലൂഡിങ് കഫൈൻ, ഹാലുസിനോജൻസ്, ടൊബാക്കോ, വോളറ്റൈൽ സോൾവെന്റ്സ്. ഇപ്പൊ അറിയാം, നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും ഈ കൊക്കൈൻ, ടൊബാക്കോ ഒക്കെ എവിടെയാണ് ഉള്ളതെന്നും എന്തിൽ നിന്നാണ് ഉൽപ്പാദിക്കുന്നത്. അപ്പൊ ഈ കണ്ടന്റ്സ് ഒക്കെ ഉണ്ടാവുന്ന നമുക്ക് ബാധിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അത് രോഗങ്ങളാവാം, അത് പല രീതിയിൽ വരാം. ഇപ്പം ഇൻ കേസ് നമ്മളെ അടുത്തിരുന്ന ഒരാൾ ടൊബാക്കോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെയൊക്കെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, അതൊക്കെ എങ്ങനെ നമുക്ക് കുറച്ച് നമ്മൾ നല്ലൊരു ഫിറ്റ്നസ് ജേർണിയിലോട്ട് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 4 വരുന്നത് ഫസ്റ്റ് എയ്ഡ് ആണ്. ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്, പ്രൈമറി സർവേ, ABC, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ഫസ്റ്റ് എയ്ഡർ, ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ഫോർ കട്ട്സ് ആൻഡ് സ്ക്രാപ്സ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകാം. അതായത് CPR നമുക്ക് പ്രൈമറി അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യമാണ്. പലർക്കും അറിയില്ല പ്രോപ്പർ രീതിയിൽ എങ്ങനെയാണ് CPR കൊടുക്കാന്ന്. ഇപ്പൊ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് പേഷ്യന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് CPR കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റും. പക്ഷെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു CPR സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്തു വെക്കുക, നല്ലതാണ്. ഇറ്റ്സ് ഗുഡ്. ഇനിയുള്ള കാലങ്ങളിൽ ആവശ്യം കൂടുതൽ വരും. അപ്പൊ ആ ഒരു പ്രോപ്പർ രീതി അറിഞ്ഞിരിക്കുക. അതേപോലെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് എയ്ഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് പ്രോപ്പർ രീതിയുണ്ട്. അത് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ഇല്ലെങ്കിൽ അവിടെ നമ്മൾ സ്റ്റക്കായി പോകും. അതേപോലെ സ്ട്രെയിൻസ് ഈ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വരുന്നതാണ്. കാലിൽ പെട്ടെന്ന് സ്പ്രെയിൻ വരും. അപ്പൊ അത് പലപ്പോഴും വാട്ടർ ലെവലിന്റെ കുറവ് കൊണ്ടൊക്കെയാണ് സ്പ്രെയിൻസ് വരുന്നത്. അപ്പൊ വാട്ടർ ലെവല് കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്ന ഒരാൾക്കും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾക്കും സ്പ്രെയിൻ വരത്തില്ല. അപ്പൊ അതൊക്കെ നോക്കുക. പിന്നെ ഫ്രാക്ചേഴ്സ്, ബേൺസ്, നോസ് ബ്ലീഡ്സ്, നമ്മളെ കാല് പൊട്ടുന്നത്, മുറിവ് വരുന്നത്, നോസ് ബ്ലീഡ് വരുന്നത്, പാലം പൊളിയുന്നത്,
ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ്, കാർഡിയോ പൾമണറി റെസ്പിറേഷൻ, CPR കണ്ടോ, ഹെലിമിച്ചിക് മാനുവർ, അപ്ലൈങ് എ സ്ലിംഗ്, സ്പോർട്സ് ഇഞ്ചുറീസ് ക്ലാസിഫിക്കേഷൻസ്, സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസ്, അബ്രാഷൻ, കൺട്രൂഷൻ, ലാക്രേഷൻ, ഇൻസിഷൻ, സ്പ്രെയിൻ ആൻഡ് സ്ട്രെയിൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ ആയിട്ട് നമുക്ക് മെയിൻലി അറിയാനിരിക്കുന്നത് ഫസ്റ്റ് എയ്ഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്നും CPR കൊടുക്കാനുമാണ്. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ആണ്. സ്പോർട്സ് റിലേറ്റഡ് വരുമ്പോഴത്തേക്കും അവിടെ കുറെ ടൈപ്പ് ഓഫ് ഉണ്ട്. ഇപ്പൊ സ്പ്രെയിൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഡീലി അറിഞ്ഞിരിക്കണം. അതേപോലെ നേരത്തെ പറഞ്ഞ നോസ് ബ്ലീഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പലപ്പോഴും മസില് വലിയാറുണ്ട് ഈ അത്ലറ്റ്സിനൊക്കെ നല്ല കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുമ്പോഴത്തേക്കും. അപ്പൊ അതൊക്കെ കറക്റ്റ് ആക്കാനായിട്ടുള്ള പ്രോപ്പർ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ചെയ്യാം. കാരണം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്തിനാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നു, അതേപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡ് ആയിക്കോട്ടെ, ആ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്തും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ വേണ്ടി നമുക്ക് ഉറപ്പായിട്ടും ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് കൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി. നമുക്കിപ്പം ഇതേപോലെ ഈ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഹെൽത്തി ആണെന്ന് നോക്കാൻ വേണ്ടി നമുക്കിപ്പം സ്മാർട്ട് വാച്ച്, ഇതിപ്പോ എന്റെ സ്മാർട്ട് വാച്ച് ആണ്, ഇതിനകത്ത് കറക്റ്റ് നമുക്ക് സ്റ്റെപ്സും കാലറീസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ അതേപോലത്തെ ഗാഡ്ജറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഹെൽപ്ഫുൾ ആവും. നമുക്ക് അവരെ കുറച്ചുകൂടെ നോട്ടീസ് ചെയ്യാം. അതായത് അവർ ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, BP ഒക്കെ നോർമൽ ആണോ, അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അടുത്ത വരുന്നത് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് ഫോർ സൊല്യൂഷൻ ഫോർ എംപ്ലോയീസ്. ഈ ഫിറ്റ്നസിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, ഏറ്റവും കൂടുതൽ നമുക്ക് പല ടൈപ്സ് ഓഫ് ഹോർമോൺസ് നമുക്ക് കിട്ടാത്തതൊക്കെ നമ്മൾ ബോഡിയിൽ നിന്ന് ഉൽപ്പാദിക്കും. അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിറ്റ്നസിനകത്ത് ആ ഒരു ടൈം വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി അതിലോട്ട് ഇൻവോൾവ് ആവുകയാണ്. ആ ഒരു ടൈമിൽ കിട്ടുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ നമുക്ക് മെന്റലി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാം. അതേപോലെ വെൽനസ് ഫോക്കസ്ഡ് ഫുഡ്, സപ്ലിമെന്റ് ആൻഡ് ഫിറ്റ്നസ് പ്രോഡക്റ്റ്. നമുക്കിപ്പം പല ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആയാലും ക്രിയാറ്റിൻസ് ആയാലും ബാക്കി പല ടൈപ്സ് ഓഫ് നമുക്ക് കണ്ടന്റ്സും കാര്യങ്ങളും നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് യൂസ്ഫുൾ അല്ലേ എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. എന്തിനാണ് ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നത് പോലും പലർക്കും ഇപ്പോഴും അറിയത്തില്ല. ഇറ്റ്സ് സേഫസ്റ്റ് സപ്ലിമെന്റ് ആണ്, വൺ ഓഫ് ദ. അപ്പോൾ അതുപോലും എല്ലാവരും ഡേഞ്ചറസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കിനി ഡിസ്കസ് ചെയ്യാം. എന്തായാലും നമുക്കിനി ക്ലാസ്സിൽ ബാക്കി കാണാം. ഓക്കെ, നമുക്ക് ഇത്രേ ഉള്ളൂ. താങ്ക് യു.